ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് 1-ാം തീയതി കേരളപ്പിറവി ദിവസത്തെ വ്ളോഗാണ്. നവംബർ 1. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണികളെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ സ്റ്റാർട്ടിങ് മോട്ടർ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ റിപ്പയർ ചെയ്യണം. അപ്പോൾ അതൊന്ന് കൊണ്ടുപോകണം. ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് വേണം ഇവനെ എടുത്ത് പുറത്തിടാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇവനൊന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ചൂടാവട്ടെ. ഭയങ്കര സൗണ്ട് നമ്മളെ വണ്ടിക്ക്. ഇത് വെച്ച് നോക്കുമ്പോൾ 2.2 ഡൈക്കോർ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ സൗണ്ട് ഡിഫറൻസ് മനസ്സിലാവും. ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് പോലും ഡൗട്ടാണ്. മറ്റേതിന് അത്രയും സൗണ്ട് ഉണ്ട്. കണ്ടോ എത്ര ലോങ് സെൽഫാണെന്ന്. ഒരു കമ്പ് വീണ അപ്പുറത്തുനിന്ന് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇതൊരു സൗണ്ട് വരുന്നുണ്ടല്ലേ. AC ബെൽട്ടാണാവോ അങ്ങനെ എടുത്ത ബെൽറ്റ്. സുഖമില്ലാത്തൊരു സൗണ്ട്. നോക്കാം. മനസ്സിലാവുന്നില്ലല്ലോ. അറിയില്ല എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. എന്തായാലും വർക്ക്ഷോപ്പിലാണല്ലോ കൊണ്ടുപോകുന്നത്. എൻ്റെ സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല. ഇവർ രണ്ടാളുടെ സൗണ്ടിൻ്റെ ഇടക്ക്. ഡീസൽ ഇട്ടിട്ട് ഒരുമാതിരി കച്ചറ തുടച്ചു കളയാം. ഇതിനെ റഫ് യൂസിനുള്ള പെയിൻ്റാണ് കേട്ടോ. ഇത് പൊളിയ അടിക്കുക ചെറിയ ക്വാളിറ്റി പെയിൻ്റാണ്. ആ സൗണ്ട് ഒരു സുഖം കിട്ടുന്നില്ലല്ലോ. ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം ഇൻഷാ അല്ലാ. ഓക്കെ, നമുക്ക് ഓരോ വണ്ടികൾ നീക്കി തുടങ്ങാം. ആ വണ്ടീൻ്റെ ചാവി പഠിക്കട്ടെ. ഈ അമേസ് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ വണ്ടിയാണ് കേട്ടോ ഇത്. ഞാൻ ഫ്രഷ് എടുത്തതാണ്. അപ്പോൾ ഇത് പുഷ് ബട്ടണാ, ജസ്റ്റ് കീലെസ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആശാമാറ സൗണ്ട് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. ഇത് പിന്നെ ഒന്നുമില്ല, ക്ലച്ചൊന്നുമില്ല, ഓട്ടോമാറ്റിക് നല്ല സുഖമാണ്. ഗിയർ ഓക്കെ. നമ്മൾ മറ്റേ വണ്ടി അവിടെ ഇട്ടു. നമുക്ക് എന്താക്കാം, പിന്നെ ഇവിടെ ഇടാം. എന്നാൽ മറ്റേതെടുത്ത് നീറ്റായിട്ട് എടുത്ത് പോകാം. നമുക്ക് കുറച്ചൊന്ന് മുന്നോട്ട് വീണ്ടും പോവാം. ഇതിൻ്റെ ഭയങ്കര ഹാർഡാണ് സ്റ്റിയറിങ്. ഒരു കൈ കൊണ്ടല്ലോ ഓടിക്കേണ്ടിയിട്ടുണ്ടെങ്കിൽ നല്ല മസിലൊക്കെ വേണം. ഇതിൻ്റെ empty ടയർ ഉള്ളത് കൊണ്ടും പിന്നെ സ്റ്റിയറിങ്ങിന് മറ്റു ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടും ലൈക്ക് അലൈൻമെൻറ്റ് റോങ് ആണ്. ഇതിൻ്റെ ഷിമ്മിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. എൻ്റെ അമ്മോ, കറക്റ്റ് AC ലോറി. ഇവനെ ഇവിടെ പാർക്ക് ചെയ്യാം. പാവം വെയിലും ഉള്ളൂ. മറ്റേതിനെ മുന്നോട്ട് ഇറക്കിയ ശേഷം ഇവനെ വേണമെങ്കിൽ ഉള്ളിലേക്ക് നോക്കാം. മോനെ എന്താ എനിക്കൊരു സൗണ്ട് വ്യത്യാസം. എല്ലാം നമുക്ക് ശരിയാക്കാം.
നമുക്ക് ഒറ്റ കൈ കൊണ്ടല്ല നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ വണ്ടി അതുപോലെയല്ല. പിന്നെ ഒന്നാമത് എൻ്റെ വണ്ടിയിൽ എയർ കുറച്ചിട്ടിട്ടുള്ളത്, അപ്പോൾ ടയറിൻ്റെ ഒരു ഗ്രിപ്പ് കാരണം അത് ഓടിക്കാനും ഒക്കെ പ്രയാസമാണ്. എൻ്റെ വണ്ടി കുറച്ച് ഇങ്ങോട്ട് അടുത്ത് പോയി, കുറച്ചും കൂടി അപ്പുറത്തോട്ടൊക്കെ അടുപ്പിക്കണമായിരുന്നോ. ഒരു കോർണറുണ്ട്, ആ കോർണറിൽ ടയർ കയറി പോയി കഴിഞ്ഞാൽ കയറി പൊളന്ന് പീസാവും. ഓക്കെ അല്ലേ? പെർഫെക്റ്റ്. റൂട്ടിൽ ഇറങ്ങിയാൽ പിന്നെ വേഗം പോയിക്കൊള്ളണം. സ്ലോ ആയിട്ട് ഇവിടുന്ന് കളിച്ചാൽ വേറെ വണ്ടി വന്ന് നമുക്ക് ജാമാവും. എല്ലാം കണ്ടോ ബാണാസുരമല. പിന്നെ റാറ്റ്ലിംഗ് നോയ്സ് ഒക്കെ വളരെ കമ്മിയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടേക്കാം. അവിടെയാണ് കേട്ടോ ഇലക്ട്രീഷ്യൻ്റെ സ്ഥലം വരുന്നത്, റൈറ്റ് സൈഡ് ഇവിടെ തന്നെ. ചെന്നൈയിൽ ഇതാരും വണ്ടിയൊന്നുമില്ല, നമുക്ക് ഇന്ന് പൊരിച്ചെടുക്കാൻ. വണ്ടീൻ്റെ ബ്രേക്ക് പോയാൽ നേരെ ഇവൻ്റെ ഷോപ്പ് അങ്ങ് പോകും. ശാമായിട്ട് നമുക്കിന്ന് പണി കൊടുക്കാം. സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ അപ്പോൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആ പോയാലും നോക്കി നോക്കാം. വണ്ടി അവിടെ നിന്ന് പണിയുന്നുണ്ട്. ഇത് കഴിക്കാനുള്ള പരിപാടിയിലാണ്. നിലത്ത് കിടന്നിട്ട് എന്നോട് ഒപ്പിക്കുമെന്ന് അറിയില്ല, എന്നെ ഇപ്പോൾ ഓടിക്കും, ഒപ്പിക്കുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. മറ്റേ ആൾ നമ്മൾ അഡ്മിറ്റാക്കി. ഇനി ഇവനെ എടുത്തിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് നമുക്ക് എന്താക്കാം, ചെക്ക് ചെയ്യിപ്പിക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇപ്പം എങ്ങനെയുണ്ട്. ആ ഒരു സൗണ്ട് കിട്ടുന്നുണ്ടോന്ന് ടക്കുന്നുണ്ടൊരു സൗണ്ട് വരും. ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നേ, നോക്കാം. ഇപ്പോൾ പെട്ടെന്ന് അടിച്ച് നോക്കി നോക്കാം. ഒന്നുകൂടെ നോക്കാം. അതെങ്ങനെയാ അസുഖം കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ പിന്നെ ഭയങ്കര നീറ്റായിരിക്കും. ഇവനെ ഇവിടെ നിന്ന് തിരിച്ചടിച്ചെടുക്കലാണ്. ബ്രേക്ക് അടക്കം ചെക്ക് ചെയ്തില്ലെങ്കിൽ ടെൻഷൻ ആണ്. ഇവിടുന്ന് തിരിക്കലാണ് ബെറ്റർ. കുറച്ച് ഡീസൽ ചിലവാകുന്ന തിരിക്കണം. തിരിച്ച് ഒടിച്ച് കളിക്കണം ഇങ്ങനെ. നമ്മൾ വീണ്ടും വെടി തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്, എങ്ങനെയെങ്കിലും തിരിച്ച് പുറത്തേക്ക് എത്തിക്കാം.
സി മേടിപ്പിക്കുക. തട്ടരുത് മോനെ, ടയർ കാണുന്നുണ്ടോ? ഒന്നുമേ കാണാതെ മാന്താര. റിവേഴ്സ് ക്യാമറ ഉണ്ടായിട്ടും റിവേഴ്സ് ക്യാമറ ഓണാക്കാത്തത് അതിനെ കൊണ്ട് ഒരു കാര്യവുമില്ല. ഇവിടെ നോക്കി എടുക്കാന്നല്ലാതെ റിവേഴ്സ് ക്യാമറ കൊണ്ടൊന്നും കാര്യമില്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നമ്മൾ നേരെ വഴിയിലേക്ക്. ധൃതി വെക്കാതെ മെല്ലെ എടുക്കുക എന്നുള്ളത് മാത്രമേ ഒരു വഴിയുള്ളൂ. ഏകദേശം ഇന്ന് കൈക്കുള്ള എല്ലാ എക്സസൈസുമായി, ബൈസപ്പിലും പിന്നെ ഫാമിനൊക്കെയുള്ള നല്ല എക്സസൈസായി ഇത് ഓടിച്ചു കഴിഞ്ഞാൽ. ആ വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ടിങ് മോട്ടർ അയക്കാൻ പറ്റാത്തതായതുകൊണ്ട് അപ്പുറത്ത് നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് ഷാജേട്ടൻ്റെ അടുക്ക് കൊണ്ടുപോയിട്ട് നട്ട് ഊരാൻ പറ്റുന്നില്ല, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ 30 എടുത്തിട്ട് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇത് ചെക്കിപ്പിക്കാം. നമുക്ക് ഓരോ പണികളും ഒരുമിച്ച് മെല്ലെ മെല്ലെ ചെയ്യിപ്പിക്കാം. നടന്ന് എടുക്കണം ഓരോ വണ്ടിയും, അത്രയേ ഉള്ളൂ. രണ്ടും കൊണ്ടുപോകുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവും. പ്രശ്നമില്ല. സീറ്റ് ബെൽറ്റ് ഇടാം. അങ്ങനെ നമ്മുടെ വണ്ടിയും കൂടെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. മറ്റേ വണ്ടി ഇപ്പോൾ വരും. മറ്റേ വണ്ടി ഇവിടെ അപ്പുറത്തുള്ള വർക്ക്ഷോപ്പിലേക്ക് അത് സ്റ്റാർട്ടിങ് മോട്ടർ അയക്കാൻ പറ്റുന്നില്ല, അത് അയക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. മറ്റേ മെഷീൻ വെച്ചിട്ട് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അപ്പുറം വാങ്ങി ഇങ്ങോട്ട് പോരും. കുറച്ച് പണികളുള്ളതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ വണ്ടി വിട്ടാലിങ്ങനെ പോരലില്ല. പക്ഷേ ഇത് സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ ജസ്റ്റ് അത് അഴിക്കുക, അത് പണിയാന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യം അതുകൊണ്ടാണ് അത് ഇട്ടേച്ച് പോകുന്നത്. അത് അയക്കലെന്ന് വെച്ചാൽ അടിയിൽ നിന്ന് 2 വണ്ടീൻ്റെ സ്റ്റാർട്ടിങ് മോട്ടറും അയച്ച് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെന്ന് നോക്കാം പ്രോഗ്രസ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുവരെയുള്ള വർക്കുകൾ ചെയ്യാമല്ലോ. നോക്കാം. അതിൻ്റെ അകത്ത് നല്ല നെറ്റിയാ പൊട്ടനും അങ്ങനത്തെ കുഞ്ഞു പൂച്ചപ്പയറുകളും കാണാനറിയില്ല. ചെറിയ മീനുകളുണ്ട്. ഇങ്ങനെ ഓടിക്കളിക്കും. ഇങ്ങനെ ഒരു ചാലായിട്ട് ഈ ഒരു പാടം മൊത്തം കഴിഞ്ഞിട്ടാണ് ഈ ഒരു തോട് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പുറത്തേ വന്നിട്ട് കൊള്ളാം. അപ്പോൾ ഇതിലെപ്പോൾ ഒരു നീരുറവുണ്ടാവും. ഇങ്ങനെ ഇതിലൂടെയൊക്കെ ചാല് കയറി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സൈഡ് കൂടെ വെള്ളപ്പോൾ ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ ഈ വാഴക്ക് പ്രത്യേകിച്ച് നനച്ചു കൊടുക്കൊന്നും വേണ്ട. മാഷാ അല്ലാഹ്. നമ്മൾ വീണ്ടും നട്ടുച്ചയ്ക്ക് നമ്മൾ വണ്ടി എന്തായാലും ചെന്ന് നോക്കാൻ പോവുകയാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ? ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയുടെ പെൻഡിക്സോ എന്തൊന്ന് ശരിയാക്കി വെച്ചു എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ടക്കെന്നുള്ള സൗണ്ട് വരികയല്ല. മറ്റേ വണ്ടീൻ്റെത് അയച്ചു, അത് പണിതുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. 2.2 ഡൈക്കോറിൻ്റെത് കണ്ട സൂര്യകാന്തിയാന്ന് വിചാരിക്കും. വേറെ ഒരു പൂവാ ഇത്. നോക്കിയാ നമ്മളെ സഫാരി 2 വിട്ട് പണിയുന്നുണ്ട് അവിടെ. സഫാരി വർക്ക്ഷോപ്പായി. നമ്മളിവിടെ എത്തിയിരിക്കുന്നു. നമ്മൾ 2.2 ഡൈക്കോറിൻ്റെ സ്റ്റാർട്ടിങ് മോട്ടർ ഓൾറെഡി അയച്ചിട്ടാണുള്ളത്.
പണിയുന്നതാണ്. 2 വണ്ടി നിരന്ന് കിടക്കുന്നുണ്ട്. മറ്റേതിൻ്റെത് ഫിക്സ് ആക്കി എന്നാണ് പറഞ്ഞത്. ഇതിനകത്തുണ്ടോ? ഇതിൻ്റെ എവിടെയാണെന്ന് അടിയിലാണ്, ഈ സൈഡാണെന്ന് തോന്നുന്നു, താഴെ. ഈ കറക്റ്റ് ഓർമ്മയില്ല ഇതിൻ്റെ സ്റ്റാർട്ടിങ് മോട്ടർ എവിടെ വരുന്നത്. എനിവേ അടിയിലാണ്. മറ്റേതിൻ്റെ ആ സൈഡാണ്, അത് അയച്ചു ഓൾറെഡി. ചങ്ങായി വേറെ വണ്ടീൻ്റെ പണിയിലാണ്. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ഇത് റെഡിയായി എന്നൊക്കെ പറഞ്ഞു. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കോട്ടെ. ഇത് കൊണ്ടുപോകുന്നില്ല, സ്റ്റാർട്ട് ചെയ്യട്ടെ. ബിസ്മില്ലാ. എന്തായിരുന്നു പ്രശ്നം? എന്തെന്നാ ലൂസായി പോയതാ ബെൻഡിങ്സ്? വീഡിയോയിൽ ഇതിങ്ങനെ ഉണ്ടായിരുന്നു. ഫ്രീ ആക്കി പുതിയത് ഇട്ടതാ. ഇതെന്നാണ് ഇതിൻ്റെ ബ്രഷ് അല്ലേ? ഷോർട്ടർ ബ്രഷ്. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളെ 2.2 ആയി പറഞ്ഞത്. ഓക്കെ, പിന്നെ അത് തിരിച്ച് ഫിറ്റാക്കേണ്ട പണിയില്ലേ? സെറ്റാക്കിയിട്ട് ചോറെല്ലാം വെച്ചിട്ട് ഫിറ്റാക്കിയാൽ മതി. പുതിയൊരാളെ പരിചയപ്പെടാം. 2008 ഇത് ഞാൻ പണ്ട് ഓടിച്ച വണ്ടിയാ. പിന്നെ എടുക്ക് ഇതിൻ്റെ ചാവി കേട്ടെ. ഇത് പുള്ളിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും സമയമില്ലാത്തൊരു വണ്ടിയാണ്. കുറച്ച് വീട് വർക്കുകൾ അതൊക്കെ കഴിഞ്ഞാലേ പുള്ളി ഇതൊക്കെ റെഡിയാക്കും. അടിക്കട്ടെ. സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര അടിക്കുമോ? അത് അടിപൊളി. അതന്നെ, അത് നല്ല സ്റ്റാർട്ടിങ് മോട്ടറും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം പക്കയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. മുടിയില്ല, 7 മണി. എടുത്ത് നോക്കട്ടെ. അടിയടാ. നോക്കി നോക്കട്ടെ, കുറച്ചൊന്ന് ഓടി നോക്കട്ടാ. ഭയങ്കര ഇത് കുറച്ചും കൂടി സ്പീഡാവണമായിരുന്നു. ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബാറ്ററി ചാർജിൻ്റെ ഒന്നുമല്ല ഇത്. ചാർജ് സാധാരണ ഇതിലുള്ള ചാർജ് ഉണ്ടാവില്ല. ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാളെ വണ്ടിയുടെ ബാറ്ററി വരി കൊണ്ടുവന്നൊന്ന് ചാർജിങ്ങിലിടാനാണ്. നോക്കട്ടെ, പറ്റുകയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തന്നെ ഊരിയിട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഊരിയിട്ട് കൊണ്ടുവന്നിടണം. കുറച്ചും കൂടെ പക്ക സ്റ്റാർട്ടിങ് ആവുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല, മീൻസ് സ്റ്റാർട്ടിങ് അത് പോരാ. സ്റ്റാർട്ടിങ് ചക്ക് 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 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ബാറ്ററി പഴയതാണ്, മാറ്റാനായിട്ടുണ്ട്. ഞാനത് പിന്നെ ഇത് സ്ഥിരം ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ ഓണർ വിജയേട്ടൻ ഗൾഫിലാണല്ലോ. അപ്പം ഞാൻ വല്ലപ്പോഴും എടുക്കുന്ന ഞാൻ എന്തിനാണ് പുതിയ ബാറ്ററി പെട്ടെന്ന് വാങ്ങിച്ചിടുന്നത് വിചാരിച്ചില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അപ്പോൾ നാളെ ഒന്ന് ബാറ്ററി ഒന്ന് പക്ക ഫുൾ ചാർജ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, മനസ്സിലാവല്ലോ. ഇതിനിപ്പോൾ ആയിരിക്കുന്നത് 700 രൂപയാണ്. എൻ്റെതും ഇതും കൂടെ. എൻ്റെത് 100 രൂപ, ഇതിനിപ്പോൾ 600 റുപ്യയും ഇതിൻ്റെ ബ്രഷ് ചേഞ്ച് ചെയ്തതിന്. ബ്രഷിൻ്റെ എന്താ മാറ്റിയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു മാഗ്നറ്റോ എന്തായാലും ആ ബ്രഷ് റിപ്പയർ ചെയ്തു, അങ്ങനെ വേണേൽ പറയല്ലേ. ടോട്ടൽ അത് അഴിച്ചെടുക്കാൻ ഫിറ്റ് ചെയ്യാനുള്ളത് എല്ലാം കൂടെ ഉള്ള ചാർജ് ആയിരിക്കും. അപ്പോൾ എൻ്റെത് പിന്നെ അഴിച്ച് റീഫിറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. പ്ലേസിങ് ശരിയാക്കിയതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല ഇതാണ് ചെയ്തത്. നമ്മൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും ബാക്കി എന്തായാലും നാളെ നമുക്ക് എന്താക്കാം ഇൻഷാ അല്ലാഹ്. നാളെ ഞായറാഴ്ചയാണെങ്കിലും പുള്ളി തുറക്കും. ബാറ്ററി ചാർജിന് ഇട്ട് കൊടുത്തേ രാവിലെ, വൈകുന്നേരം എടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ കൊണ്ടു കൊടുത്തിട്ട് രാവിലെ എടുത്താലും മതി.
നമ്മളങ്ങനെ എൻ്റെ വണ്ടിയും കൂടെ എടുത്തു. പക്ഷേ നമ്മളങ്ങനെ എൻ്റെ വണ്ടിയും കൂടെ എടുത്തു. എൻ്റെ ഫോണിൽ വളരെ ചാർജ് കമ്മിയാണ്. എൻ്റേത് സ്റ്റാർട്ടിങ് സ്പീഡുണ്ട്. പക്ഷെ എനിക്കില്ലേ ഫസ്റ്റ് സെക്കൻഡ് അതിൽ ആഡ് ചെയ്യുന്ന രീതിയിൽ കിട്ടണം. അത് എല്ലാം നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ മാത്രം പ്രശ്നമല്ല, ബാക്കി എൻജിൻ റിഗാർഡിങ് എൻജിൻ്റെ പ്രായം എൻജിൻ്റെ കണ്ടീഷൻ എല്ലാം അനുസരിച്ചിരിക്കുമായിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ്. എനിവേ നമുക്ക് നാളെ കോൾഡ് സ്റ്റാർട്ട് ഒന്ന് നോക്കാം ഈ വണ്ടീൻ്റെത്. മറ്റേതിൻ്റെ ബാറ്ററി എന്തായാലും ചാർജ് ചെയ്യണം. രാവിലെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ നമുക്ക് എന്താക്കാം, ബാറ്ററി കൊണ്ട് കൊടുക്കാം. തിരിച്ചോടിക്കാനുള്ള പ്രയാസം. അപ്പം ഞാനിന്ന് ഫൈനലി ആലോചിച്ചൊരു കാര്യമാണ്, വിട്ടുപോയതാണ് നേരത്തെ. അതായത് ഇതിൻ്റെ ബാറ്ററി ഉണ്ടല്ലോ, ഇതിൻ്റെ ബാറ്ററി പുതിയതാണ്. ഇപ്പോൾ ഒരു വർഷം പോലും പഴക്കമില്ല. എൻ്റെ 2.2 എൻ്റെ 3 ലിറ്റർ ഡൈക്കോറിൻ്റെ. അപ്പോൾ ഇവൻ്റെ ബാറ്ററി നമുക്ക് എന്താക്കാം, ഇതിലിട്ടിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. കുറച്ച് ടാസ്ക്കാണ്, രാത്രിയാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു മനസ്സമാധാനം കിട്ടുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് പക്കയായിട്ട്. അപ്പോൾ ആ ബാറ്ററി ഇതിലിട്ടിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. കാരണം ആ വണ്ടീൻ്റെ സ്റ്റാർട്ടിങ് എനിക്ക് പോരാ, കുറച്ചും കൂടി ക്വിക്ക് സ്റ്റാർട്ടിങ് ആയിരിക്കണം. ടപ്പ എന്നിട്ട് ഞാൻ പറഞ്ഞതിലോട്ട് സ്റ്റാർട്ടാവണം. ഇല്ലാന്ന് വെച്ചാൽ അതൊരു പ്രായം ചെന്ന വണ്ടീൻ്റെ ഒരു ഫീലാണ്. എൻ്റെക്കാട്ടും പ്രായം കുറവല്ല, 6 വർഷം പ്രായം കുറവാണ് ആശാന്. 6 വർഷമല്ല, 5 വർഷം, 2011 അപ്പോൾ എന്നെക്കാളും സ്പീഡിലടിക്കണ്ടേ, ഇത്രയേ എൻ്റെ ഉദ്ദേശമുള്ളൂ. കഴിക്കട്ടെ. നമ്മൾ എൻ്റെ ബാറ്ററി ഊരുന്നു. ഒന്നാം മാസം 2025 ഒന്നാം മാസമുള്ള ബാറ്ററിയാണത്. അപ്പോൾ ഇത് ബോഷാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത് എടുത്തത്. സത്യത്തിൽ ഇങ്ങനെ ഓരോ പ്രാന്താണ് ഈ കളറ്. ഈ വണ്ടിയിലേ പച്ച, നീല, ചുവപ്പ് ഇതൊന്നും എനിക്കൊരു മാച്ചിങ് ആയിട്ട് തോന്നില്ല. വണ്ടി ഇൻറ്റീരിയർ ക്ലീൻ ആക്കാനുണ്ട്, ഇതിൻ്റെ എൻജിൻ റൂം മൊത്തം ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അതാണ് കുട്ടപ്പനാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താവും, ഈ കളറൊക്കെ നല്ല വെളുത്ത കളറാണ്, ഒരു സിൽവർ കളറാണ്. അപ്പോൾ ഈ വണ്ടിക്കുള്ള മാച്ചിങ് ആണ് ഈ കളർ. എൻ്റെ ബോഡി പെയിൻറ്റിന് ഇതാണ് ഞാൻ ഈ കളർ എടുത്തത്. എടാ എല്ലാം ലൂസാണല്ലോ. ഓക്കെ, ഓക്കെ അല്ലേ. ഈ റബ്ബർ പൊട്ടിപ്പോവില്ലെങ്കിൽ ഓക്കെ. 2 കൈയും ആവശ്യമായി വന്നിരിക്കുന്നു. നമ്മളെ വണ്ടീൻ്റെ ബാറ്ററി ഊരി ഇതിനകത്ത് ചെരുപ്പൊക്കെ യാറേ. ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഇവിടെ എന്തോ പൊട്ടോ എന്തോ ഉണ്ടായിട്ടാന്ന് തോന്നുന്നു. റബ്ബറൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ഫുള്ള് തുരുമ്പ് പിടിച്ച് നാശത്തിൻ്റെ വിത്തായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒന്ന് വെൽഡിപ്പിച്ച് കളയാം, ഷീറ്റൊന്ന് മാറ്റി കളയണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് ഒരു പണിലോടായിരിക്കുന്നു പ്ലാറ്റ്ഫോം വെൽഡ് ചെയ്യൽ. ഇത് അയച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സ്ഥിതിഗതികൾ കാണും മനസ്സിലാകുന്നത്. അതിൽ കമ്പിയൊക്കെ ഇവിടെ കുറച്ചവനെ ഇതുണ്ടോ, ഇതിൻ്റെ ഈ ഫാനേ എന്തോ പൊട്ടിയിട്ട് പിന്നീട് ചെയ്താണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടീൻ്റെത് കൂരാം.
ഇതിന് നല്ല അടിപൊളി ലോക്കാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഈ ലോക്കാണ് ശരിക്ക് ബെറ്റർ ലോക്ക്. എന്താണ് അത് ഊരി ഇനി നമ്മൾ അടുത്ത അങ്ങോട്ടാ. ഓക്കെ, ലൂസാവും മോനെ. എന്നിട്ടും സ്റ്റാർട്ടിങ് പക്കായില്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് സ്റ്റാമുമായിട്ട് അടിയാപ്പാം പോയിട്ട്. സ്റ്റാമുമായിട്ട് അടി ചെയ്യാൻ വേറെ തന്നെ രസമാണ്. അവിടെ നിൽക്കുമോനെ ഒതുങ്ങിയിട്ട്, കയറി ലോക്കാവരുതേ. ഓക്കെ, ഇതിൻ്റെ ക്ലിപ്പ് എവിടെ? ഓക്കെ, SF സോണിക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേര് SF സോണിക്. എൻ്റെ ആദ്യത്തെ 2.2 ഡൈ. ഏത് സ്വിച്ചാ? അതൊക്കെ പുള്ളീൻ്റെ പരിപാടികൾ. ഇങ്ങനെയെങ്കിലും കയറിയാൽ മതി, ഫങ്ഷനിലായാൽ മതി. ഗായ്സ്, നമ്മൾ ബാറ്ററി മാറ്റി. എൻ്റെ ബാറ്ററി ഇതിനകത്തിട്ടു. അതുകൊണ്ടേ നമ്മൾ സ്റ്റാർട്ടിങ് ഒന്ന് നോക്കി നോക്കാം. ഇതാണ് അനീസ്ക. മുമ്പ് വണ്ടി നമുക്ക് പിന്നെ പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇനി ഒരു പക്ഷേ ആ ഡബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ആവണാവോ? ഓക്കെ, കൊള്ളാല്ലേ? ക്വിക്ക് സ്റ്റാർട്ടല്ലേ? അപ്പോൾ ബാറ്ററിയുടെ ആണ് പ്രശ്നം. അപ്പോൾ സ്റ്റാർട്ടിങ് മോട്ടർ ഇന്ന് ഏതായാലും റെഡിയാക്കി. ഇനി ബാറ്ററിയും കൂടെ ഒന്ന് പക്കയാൽ റെഡിയായി. ഒന്നും കൂടെ ഒന്ന് പക്ഷേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നന്നായിട്ട് കിട്ടും. ബീപ്പ് 4 5 6 7 8 7 ബീപ്പ്. എന്തുവാടേ? ശരിയാ, ബട്ടണാ. 4 അടിച്ച്. പക്ഷെ എനിക്കത് സുഖം കിട്ടുന്നില്ല. എനിക്ക് 2 തന്നെ കിട്ടണോ? അതാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾക്ക് എപ്പോൾ ഒന്ന് 2 തന്നെ കിട്ടുന്നുണ്ട്? അതെന്തായിരിക്കുമോ? ഫ്യൂവലൊന്ന് നോക്കട്ടെ. ഫ്യൂവൽ പമ്പ് ഉണ്ടല്ലോ. അതൊരു സുഖം കിട്ടുന്നില്ലല്ലോ ആ ഒരടി. പിന്നെ ഓപ്പോസിറ്റാ കംപ്ലീറ്റ്. ഇതിൽ തീരെ ലോഡല്ല കേട്ടോ. ഈ ഒന്ന് അതാന്ന് തോന്നുന്നു. ഇപ്പം ലോഡായി. ഇനി നമുക്ക് അടിച്ചു നോക്കാം. ഈ ഫ്യൂവൽ പമ്പിൻ്റെ പ്രശ്നം കൊണ്ട് വരികയായിരിക്കാം. അപ്പം നമ്മൾക്ക് വീണ്ടും പിടിക്കാം. അതാണ് സംഭവം ഫ്യൂവൽ പമ്പ് കറക്റ്റ് ലോഡായില്ല. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല മറ്റേത്. എനിക്ക് വന്ന ആ പഴയ ബാറ്ററിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവനെ ഒന്ന് ശരിയാക്കിയാൽ മതി. എനിക്ക് വന്ന ഡീസൽ ഫിൽട്ടർ ഇപ്പോൾ ലോഡ് പോയില്ലേ? ഉണ്ടല്ലേ? ആക്കിയതല്ലേ? അപ്പോൾ നിങ്ങളത് നമുക്കൊന്ന് നോക്കി നോക്കാം. നിങ്ങൾ ലോഡഡ് ആണോ എന്നുള്ളത്. ഓട്ടോമാറ്റിക് തന്നെ ഇൻഷാല്ലാ. നോക്കി നല്ല വൃത്തിക്ക് തന്നെ നോക്കാം. പറഞ്ഞു ദൂരമൊന്നുമല്ല. ഉള്ളിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ എനിക്ക് ഉള്ളിലല്ല ഒരിപ്പം യാത്ര കഴിഞ്ഞ് കുട്ടികളെ കൊണ്ട് വന്നതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഒന്നാമത് സർവീസ് പിന്നെ ആയല്ലോ. അപ്പോൾ സർവീസിൻ്റെ ടൈം ആയതുകൊണ്ട്. അപ്പോൾ എവിടെ? ഇവിടെ അല്ലേ? അല്ലല്ലോ, ലോഡല്ലല്ലോ. നിങ്ങളൊന്ന് അടിച്ചാ? ലോഡല്ലാണ്ട് തന്നെ അടിച്ചാ? സ്റ്റാർട്ട് ചെയ്താ? അല്ല, അത് സ്റ്റാർട്ട് ചെയ്താ?
ആമറോൺ ബ്ലാക്ക് ഞാൻ മോനെ. ഓക്കെ, അതെങ്ങനെ? മാഷാ അല്ലാ. ഇത് ലോഡുമല്ല. അത് മാത്രമല്ല വണ്ടീൻ്റെ എന്തെല്ലാം എനിക്കൊന്ന് സ്റ്റാർട്ടിങ് മോട്ടർ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ സിനിമാറ്റിക് ഒന്നും മാറ്റിക്കൊണ്ട് കാര്യം ഉണ്ടാവില്ലായിരിക്കും. മൊത്തത്തിൽ തന്നെ